അതിഭീകര കാമുകൻ. കോമഡി, ഡ്രാമ, ഫാൻറ്റസി, റൊമാൻറ്റിക് മൂവി. ഡയറക്ടർമാർ 2 പേരാണ്, ഗൗതം, നിതിൻ. റൈറ്റർ സുജയ് മോഹൻരാജ്. ദൃശ്യ, ലുക്മാൻ കേന്ദ്ര കഥാപാത്രങ്ങളാകുന്ന ഈ സിനിമയിൽ ഒട്ടനവധി താരങ്ങൾ അണിനിരക്കുന്നു. പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾ വിചാരിക്കും ഒരു അതിഭീകര കാമുകൻ ആണെന്ന്. അങ്ങനെ തന്നെയാണ് ഞാനും വിചാരിച്ചത്. എന്താണ് ഇതിലൊരു അതിഭീകരത, അല്ലെങ്കിൽ അതിഭീകരനായിട്ടുള്ള കാമുകൻ? കണ്ടപ്പോഴല്ലേ മനസ്സിലായത് ഇതൊരു ലവ് സ്റ്റോറിയാണ് മക്കളെ. അങ്ങനെ പ്രത്യേകിച്ച് ഈ പ്രണയകഥയ്ക്ക് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. എന്നത്തെയും പോലെ സാധാരണ ഒരു പ്രണയകഥ. പിന്നെ എനിക്ക് ഈ കഥയുടെ ഒരു ഇതിവൃത്തം ഒന്നില്ലെങ്കിൽ നമ്മുടെ സംവിധായകനോ അല്ലെങ്കിൽ റൈറ്റർക്കോ സംഭവിച്ചതാവാം. അതിൽ നിന്നായിരിക്കാൻ ചിലപ്പോൾ ഈ ഒരു അതിഭീകര കാമുകൻ ഉത്ഭവിച്ചു വന്നത് എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല. കാരണം സ്ക്രിപ്റ്റ് റൈറ്ററുടെയോ അല്ലെങ്കിൽ സംവിധായകൻ്റെയോ ഒക്കെ അനുഭവത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു കഥയാവാനും മതി. സാധാരണ ക്യാമ്പസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന ഒരു പ്രണയകഥ. അപ്പം നിങ്ങൾ ചോദിക്കും, എന്താണ് ഇതിലൊരു അതിഭീകരത? കോളേജ് ക്യാമ്പസിൻ്റെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു ലവ് സ്റ്റോറി എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും നായകനും നായികയും തമ്മിൽ പൊരിഞ്ഞ മുട്ടൻ പ്രേമാണെന്ന്. ഇല്ല, അവിടെയും ചീറ്റി. നായികയ്ക്ക് പ്രണയമില്ല, നായകന് പ്രണയമുണ്ട്. അങ്ങനെ കഴിഞ്ഞ് ലാസ്റ്റായപ്പോൾ നായിക അറിയാതെ നായകൻ ഇങ്ങനെ പ്രണയിക്കുന്നു. അവർ സുഹൃത്തുക്കളാണ്, പക്ഷെ പ്രണയിതാക്കളല്ല. അങ്ങനെ നായകൻ്റെ മനസ്സിൽ പ്രണയം ഉരുത്തിരിയുന്നു. ലാസ്റ്റായപ്പോൾ നായകൻ നായികയോട് തൻ്റെ പ്രണയം പറയാൻ പറ്റാതെ വിങ്ങി പൊട്ടി ലാസ്റ്റ് പ്രണയം പറയുന്നു. ലാസ്റ്റ് പറയുമ്പോൾ നായികയുടെ മറുപടിയാണ് മക്കളെ കിടിലം. നായിക പറഞ്ഞു, പ്രണയിക്കാൻ പറ്റൂല, ഞാൻ ഫ്രണ്ടായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് നായകനെ നിരുത്സാഹപ്പെടുത്തുന്നു. അങ്ങനെ മനസ്സുടഞ്ഞ നായകൻ ഒരു സ്ഥലത്ത് ഇങ്ങനെ എന്താ പറയുക, തൻ്റെ എന്തിനീ ജീവിതം എന്ന് വിചാരിച്ചിട്ട് ഇതങ്ങ് ഇല്ലാതാക്കാം എന്നുള്ള രീതിയിൽ അവൻ അങ്ങേ ലോകത്തേക്ക് പോകാനായിട്ട് അവിടെ നിന്ന് പിന്നെ ജീവിതത്തിലോട്ട് തിരിച്ചു വരുന്ന ഒരു കാഴ്ചയാണ് ഈ പറയുന്ന അതിഭീകര കാമുകൻ. വല്ലാതെ ഭീകരായിപ്പോയി. അങ്ങനെ അങ്ങേ ലോകത്തേക്ക് പോകാനായിട്ട് ഒരുങ്ങിയ കാമുകൻ പിന്നീട് ജീവിതത്തിലോട്ട് തിരിച്ചു വന്നിട്ട് പിന്നെ വേറൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് കുടുംബം കുടുക്കയും കുട്ടികളുമായിട്ട് ജീവിക്കുന്നതാണ് കഥയുടെ ഇതിവൃത്തം. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമ്മുടെ സ്ക്രിപ്റ്റ് റൈറ്റർക്കോ സംവിധായകന്മാരിൽ ആരെങ്കിലും ഒരാൾക്ക് അനുഭവത്തിലുണ്ടായ കഥയാകാം. അതുകൊണ്ട് അവർ തീരുമാനിച്ചു എന്തു വന്നാലും വേണ്ടില്ല, ഇതൊന്ന് സിനിമയാക്കി കളയാം. അങ്ങനെ ആക്കിയ സിനിമയാണ് മക്കളെ അതിഭീകര കാമുകൻ. അങ്ങനെ ആ കാമുകനും തദ്ഹവ. പാലക്കാടിൻ്റെയും നെല്ലിയാമ്പതിയുടെയും ഒക്കെ പശ്ചാത്തലമാണ്, കൊല്ലങ്കോടിൻ്റെയൊക്കെ പശ്ചാത്തലമാണ് സിനിമയിൽ അധികവും, വിഷ്വൽസിലധികവും. എന്തുതന്നെയായാലും ഇത് വല്ലാത്തൊരു അതിഭീകരത നിറഞ്ഞ ഒരു സ്റ്റോറി ആയിപ്പോയി. ഇത് ഈ 3 പേരുടെ ആരുടെയെങ്കിലും ജീവിതത്തിൽ റിയലായിട്ട് സംഭവിച്ചിട്ടുള്ള ഒരു സ്റ്റോറി ആയിരിക്കണം. എന്തായാലും അത് അതേപടി പകർത്തി ഈ സ്ക്രീനിലോട്ട് വെച്ചപ്പോൾ കുറച്ചും കൂടി കഥ, തിരക്കഥ, സംഭാഷണമൊക്കെ പൊലിപ്പിച്ചിരുന്നെങ്കിൽ ഒന്നുകൂടി നമുക്ക് ബെറ്റർ ആക്കാമായിരുന്നു.